ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തൃശ്ശൂർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മെയ് 10, 2023 എക്സാം നടന്നത്. അപ്പോൾ ഇനി വരുന്ന JLT എക്സാമിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതും ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടെ കാണുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. फर्स्ट क्वेश्चन, कोचिन विश्वविद्यालय के हिंदी विभाग के द्वारा प्रकाशित पत्रिका का नाम क्या है? कोचिन विश्वविद्यालय के हिंदी विभाग के द्वारा प्रकाशित पत्रिക അനുശീലനാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദി വിഭാഗത്തിൻ്റെ പത്രിക. तगड़ी शिवशंकरन पिल्लई जी का रंडडंगड़ी नामक उपन्यास दो सर दान नाम से किसने अनुवाद किया? തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴിയുള്ള എന്നുള്ള നോവല് ദോസർ ദാൻ എന്നുള്ള പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഭാരതി വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസാണ് തൃശ്ശൂർ JLT എക്സാമിന് ചോദിച്ചിരുന്നത്. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം കൊച്ചിൻ വിശ്വവിദ്യാലയത്തിലെ ഹിന്ദി വിഭാഗത്തിൻ്റെ പത്രിക അനുശീലൻ ചോദിച്ച സ്ഥിതിക്ക് മലയാളത്തിലെ ഹിന്ദി പത്രികകൾ എല്ലാം നമ്മൾ കുറച്ചൊന്ന് പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രികകൾ: ഹിന്ദി മിത്ര പ്രഥമ അങ്ക് ആഗസ്റ്റ് 1941 ആണ്. സമ്പാദക് ശ്രീ ജി നീലകണ്ഠൻ നായർ. പ്രകാശൻ സ്ഥൽ തൃശ്ശൂരാണ്. ഹിന്ദി മിത്ര പ്രഥമ അങ്ക് എന്നാണ്. ആഗസ്റ്റ് 1941 ആണ്. സമ്പാദക് ശ്രീ ജി നീലകണ്ഠൻ നായരാണ്. പ്രകാശൻ സ്ഥൽ തൃശ്ശൂരാണ്. സെക്കൻഡ് വൺ, ലലക്കാർ പ്രഥമ അങ്ക് ജനുവരി 1950 ആണ്. സമ്പാദക് ശ്രീ ബാലകൃഷ്ണനാണ്. പ്രകാശൻ പാലക്കാട് എന്നാണ്. തേർഡ് വൺ, വിശ്വഭാരതി ജനുവരി 1945 ആണ്. സമ്പാദക് ശ്രീ അഭയദേവ് അവർ ശ്രീ നാരായൺ ദേവ്. 2 പേരുണ്ട് എഡിറ്റേഴ്സ്, അഭയദേവും നാരായൺ ദേവും. പ്രകാശൻ എവിടെ നിന്നാണ്? കോട്ടയം. വിശ്വഭാരതി കോട്ടയത്ത് നിന്ന്. അരവിന്ദ് ഫെബ്രുവരി 1951 ആണ്. സമ്പാദക് ശ്രീ ചിത്തരഞ്ജൻ. പ്രകാശൻ കൊല്ലത്ത് നിന്നാണ്. അരവിന്ദ് കൊല്ലത്ത് നിന്ന്. അപ്പോൾ ഏതൊക്കെ പത്രങ്ങൾ പറഞ്ഞു? ഹിന്ദി മിത്ര തൃശ്ശൂരിൽ നിന്ന്, ലലക്കാർ പാലക്കാട്ട് നിന്ന്, വിശ്വഭാരതി കോട്ടയത്ത് നിന്ന്, അരവിന്ദ് കൊല്ലത്ത് നിന്ന്. ഓരോ പത്രം പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രകാശൻ സ്ഥൽ എവിടെയെന്ന് നോക്കുക, സമ്പാദകാരെന്ന് നോക്കുക, ഫസ്റ്റ് പബ്ലിഷിംഗ് എന്നാണെന്ന് നോക്കുക. നെക്സ്റ്റ്, പ്രതാപിൻ്റെ സമ്പാദക് ശ്രീ ടി വിശ്വനാഥ് മല്ലയ്യ. പ്രകാശൻ കൊച്ചിൻ നിന്നാണ്. പ്രതാപ് പത്രിക സമ്പാദക് ശ്രീ ടി വിശ്വനാഥ് മല്ലയ്യ. പ്രകാശൻ കൊച്ചിൻ. ആര്യകൈരളി ജൂലൈ 1957 പ്രഥമ അങ്ക്. പ്രകാശക് സമസ്ത കേരൾ സാഹിത്യ പരിഷത്ത് എറണാകുളം ഹിന്ദി ഖണ്ഡ് കെ. സമ്പാദക് ശ്രീ N വെങ്കടേശ്വരൻ, A ചന്ദ്രഹാസൻ, PK നാരായൺ നായർ. 3 പേരാണ് എഡിറ്റേഴ്സ്. ശ്രീ N വെങ്കടേശ്വരൻ, A ചന്ദ്രഹാസൻ, PK നാരായൺ നായർ. മലയാളം ഖണ്ഡ് കി സമ്പാദക് സമിതി PV കൃഷ്ണൻ നായർ, G ശങ്കരക്കുറുപ്പ്. മലയാളം ഖണ്ഡിൻ്റെ സമ്പാദക സമിതി ആരൊക്കെയാണ്? PV കൃഷ്ണൻ നായരും G ശങ്കരക്കുറുപ്പുമാണ്. നെക്സ്റ്റ്, ഗ്രന്ഥാലോകം നവംബർ 1961 ആണ്. പ്രകാശക് കേരൾ ഗ്രന്ഥശാല ധർമ്മ. സമ്പാദൻ ശ്രീ ശാന്തകുമാരി പ്രാരംഭല്. പിന്നെ സമ്പാദകമായിട്ടുള്ളത് ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ. നെക്സ്റ്റ്, കേരൾ പത്രിക 1958-1959. സമ്പാദക് ശ്രീ PG വാസുദേവ്. പ്രകാശൻ തിരുവനന്തപുരത്ത് നിന്ന്. ഫാവർ രൂപ്. പ്രകാശൻ ശ്രീ NE മുത്തുസ്വാമി. സമ്പാദക് ശ്രീ PG വാസുദേവ്. തിരുവനന്തപുരം സെ പ്രകാശിത്. നെക്സ്റ്റ്, 10th വൺ, രാഷ്ട്രവാണി ഇമ്പോർട്ടൻ്റ് ആണ്. ആഗസ്റ്റ് 1953 ആണ്. സമ്പാദക് K വാസുദേവൻ പിള്ളൈ. അവധി എന്താണ്? സാപ്താഹികാണ്. പിന്നീട് ത്രൈമാസിക് ഹിന്ദി മലയാളം അവർ